ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്യാറ്റ് പാന്തറിനെ നമ്മൾ കുറച്ച് ഫ്രഷ് വരാലിനെ പിടിച്ചുകൊണ്ടിട്ട് കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയലിൽ പോയിട്ട് നമ്മൾ ഫിഷിങ്ങിന് പോവുകയാണ്. നമ്മൾ ഇതിനകത്ത് ഹൈടെക് ലൂറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫിഷിങ്ങാണ്. ഇതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഗ്രാസ് ഹോപ്പർ അഥവാ പുൽച്ച അല്ലെങ്കിൽ പച്ചക്കുതിര എന്നൊക്കെ പറയും. വരാലിനെ പിടിക്കാനായിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിരയും പുൽച്ചാടിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കൈതക്കോര അഥവാ കരിപ്പിടീനെ നമുക്ക് നൈസായിട്ട് പിടിക്കാൻ പറ്റും. നാച്ചുറലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പിടിക്കുന്ന ഫിഷിനെയൊക്കെ നമ്മൾ ലൈവായിട്ട് ക്യാറ്റിന് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു നെഗറ്റീവ് മൈൻഡ് തോന്നും. അത് നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മുടെ ക്യാറ്റിൻ്റെ ഹെൽത്തിന് അത്യാവശ്യം നല്ല കാൽഷ്യം ആവശ്യമുണ്ട്. അത് ഒരു 2 മാസം 3 മാസം ആയ ക്യാറ്റാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാൽഷ്യം കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലൈവ് ഫുഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയിട്ടാണ് ഞാൻ ഈ ഫിഷിനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ലൈവായിട്ട് ക്യാറ്റിന് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ബോണും സ്കിന്നും ഒക്കെ കുറച്ച് ഹെൽത്തി ആയാൽ മാത്രമേ അതിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആർക്കും നെഗറ്റീവ് ഒന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഫുഡ് ചെയിനിൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ആഹാര ശൃംഖലയുടെ ഒരു ഇത് വെച്ചിട്ട് പൂച്ചയ്ക്ക് ഫിഷിനെ കൊടുക്കുന്നത്, ലൈവ് ഫിഷ് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി വലിയ വരാലിനെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് ബോക്സിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബ്രീഡ് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. இந்த வாட்டி மிஸ் ஆகாதுல்ல? மிஸ்ஸே ஆகாது. செஞ்சிடலாம். செஞ்சுட்டா போச்சு.